സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ ഒരു സവിശേഷത കണ്ടെത്താനുള്ള പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് മെഴുകുതിരികൾ കത്തുന്നു. ഒന്ന് ചെറുതും മറ്റേത് വലുതുമാണ്. ഇവയുടെ പ്രതിബിംബം നമുക്ക് ഈ ദർപ്പണത്തിൽ ഉണ്ടാക്കി നോക്കാം. നോക്കൂ, ഇവിടെ വലത് ഭാഗത്ത് ചെറിയ മെഴുകുതിരിയും ഇടത് ഭാഗത്ത് വലിയ മെഴുകുതിരിയുമാണ്. പക്ഷേ ദർപ്പണത്തിനുള്ളിലോ നേരെ തിരിച്ചാണ് കാണുന്നത്. ഇത് ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ ഒരു സവിശേഷതയാണ്. ഒരു ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ പാർശ്വഭാഗങ്ങൾ വിപരീത ദിശയിൽ കാണപ്പെടുന്നു. ഇതിനെ പാർശ്വിക വിപര്യം എന്ന് പറയുന്നു. നമുക്ക് പാർശ്വിക വിപര്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റ് ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. ഈ ചാർട്ടിൽ എഴുതിയ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത്തിരി പ്രയാസമായിരിക്കുമല്ലേ? മലയാളത്തിലുള്ള ഒരു പദമാണത്. പക്ഷേ അതിൻ്റെ അക്ഷരങ്ങളുടെ ഇടതു വലതു വശങ്ങൾ പരസ്പരം തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. മിറർ ഇമേജ് എന്ന് പറയും. നമുക്ക് ഇതിനെ ഈ കണ്ണാടിയുടെ മുന്നിൽ പിടിച്ചു നോക്കാം. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ണാടിക്കകത്ത് ഈ കാർഡിൽ എഴുതിയ അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കുന്നുണ്ടാകും. പാർശ്വിക വിപര്യം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അക്ഷരങ്ങൾ, വസ്തുക്കളൊക്കെ ഒരു കണ്ണാടിയിൽ ഇടത് വലതു വശങ്ങൾ പരസ്പരം മാറിയാണ് കാണപ്പെടുക. ഇതിനാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. സമതല ദർപ്പണങ്ങളിൽ പാർശ്വിക വിപര്യം നടക്കുന്നത് കൊണ്ടാണ് ആംബുലൻസുകളിൽ അവയുടെ പേര് ഇങ്ങനെ തിരിച്ചെഴുതുന്നത്. കാരണം ഒരു വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർക്ക് പിറകിൽ വരുന്ന ആംബുലൻസിന്റെ പേര് ശരിയായ രീതിയിൽ എഴുതിയാൽ അദ്ദേഹത്തിന്റെ റിയർ വ്യൂ മിററിൽ നോക്കി വായിക്കാൻ കഴിയില്ല. അതിന്റെ വശങ്ങൾ തിരിച്ചെഴുതിയാൽ അദ്ദേഹത്തിന് കണ്ണാടിയിൽ ഇതിനെ ശരിയായ രീതിയിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് പിടിച്ചു നോക്കാം. നോക്കൂ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആംബുലൻസ് എന്ന് വളരെ സുഖമായി വായിക്കാൻ കഴിയുന്നുണ്ട്. ദർപ്പണങ്ങളിൽ ഉണ്ടാകുന്ന പാർശ്വിക വിപര്യം എന്ന പ്രതിഭാസത്തെ മറികടന്നുകൊണ്ട് ആംബുലൻസിന്റെ പേര് ദർപ്പണത്തിൽ നോക്കി വായിക്കാൻ സൗകര്യത്തിലാണ് ആ വാഹനങ്ങളിൽ ആംബുലൻസ് എന്ന് ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.